ഗൈസ് ഇതാണ് ഊട്ടിപ്പൂ. ഒരു കൊല്ലം വാടാതെ നിൽക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്തോക്കാം. റൂമിലേക്ക് വാങ്ങി. അപ്പൊ നമ്മള് ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്, അതും ഊട്ടിയിലേക്ക്. എന്റെ ഫാമിലിയും എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയും ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ഫാമിലിയും കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പ്. പുലർച്ചെ 4 മണിക്ക് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇടയ്ക്ക് എപ്പോഴോ രണ്ട് ഫാമിലിയും കൂടി കൂടിയ സമയത്ത് പ്ലാൻ ഇട്ടതാണ് കേട്ടോ ഇങ്ങനെ ഒരു ട്രിപ്പ്. ഒരു 8 മണിയോട് കൂടി നമ്മൾ ചേർത്തും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ട്രിപ്പിൽ നമ്മളെ ബാബുവിന് വരാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് ബാബു ചെറുങ്ങനൊന്ന് ലോക്കായി. അതിൽ ബാബുക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചാടിച്ച് നോക്കുമ്പോൾ അൻഷിന്റെ ഉപ്പിയും ഇവിടെ നിന്നിട്ട് നല്ല ഫോട്ടോസ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വൈകാതെ തന്നെ ഊട്ടിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. പോകുന്നതിന്റെ ഇടയ്ക്ക് ബസ്സിൽ നല്ല പാട്ടും കുത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അധികം ലേറ്റ് ആക്കാണ്ട് നമ്മൾ ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫാമിലിന്റെ ഒപ്പം വരുമ്പോൾ വേറെ ഒരു വൈബല്ലേ. അങ്ങനെ ടീ ഫാക്ടറി ഒക്കെ കണ്ടിറങ്ങിയ സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. ഊട്ടിപ്പോ ഒരു കല്ലത് വാടാതെ നിൽക്കുന്നൊക്കെയാണ് പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വാങ്ങിയതായിരുന്നു. പക്ഷേ വരുന്ന വഴിക്ക് തന്നെ ബസ്സിൽ നിന്ന് എവിടെയോ ചാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കർണാടക ഗാർഡനിലായിരുന്നു. ഇവിടെ നല്ല ഡേസി ഫ്ലവേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളടാ ചേച്ചാ.